എല്ലാവർക്കും ശുഭദിനം. ഇന്ന് ഞങ്ങളുടെ പ്രഭാത ഭക്ഷണം നിങ്ങളുമായി ഷെയർ ചെയ്യാം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ഇഡലിയും ടേസ്റ്റി ആയിട്ടുള്ള വെള്ള ചട്നിയാണ്. അതിനായി ആദ്യം തന്നെ നമുക്ക് ഒരു 2 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർക്കുക. പിന്നെ ഒരു 3/4 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ എന്നിവ വേറൊരു പാത്രത്തിലും കുതിർത്ത് വെക്കുക. ഒരു 4 മണിക്കൂർ കുതിർന്നതിന് ശേഷം നമുക്ക് അത് അരക്കാം. ആദ്യം തന്നെ ഉഴുന്ന് ഒരു മിക്സി ജാറിൽ നന്നായി അരച്ചെടുക്കുക. ഇഡലിക്കുള്ള മാവ് നമ്മൾ അരച്ചെടുക്കുമ്പോൾ അധികം വെള്ളമാകരുത്, അതൊരു കുഴമ്പ് രൂപത്തിലാവണം, എങ്കിലേ നമുക്ക് നല്ല ഇഡലി കിട്ടുള്ളൂ. ഉഴുന്ന് നന്നായി അരയണം. പിന്നീട് നമുക്ക് അരി അരച്ചെടുക്കാം. അരി 2 പ്രാവശ്യമായിട്ടാണ് ഞാനിന്ന് അരച്ചെടുത്തിരിക്കുന്നത്. ഉഴുന്നും അരിയും നന്നായി അരച്ചതിന് ശേഷം നമുക്ക് അതിനെ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം അതിൽ കുറച്ച് ഉപ്പിട്ട് അടച്ചു വെക്കുക. നമുക്ക് രാവിലെ ഇഡലി ഉണ്ടാക്കാൻ നേരം നമ്മുടെ ഇഡലിത്തട്ടിൽ നന്നായി എള്ളെണ്ണ പുരട്ടി കൊടുക്കുക. ഞങ്ങൾക്ക് 2 തട്ടാണുള്ളത്. ഇപ്പോൾ ഒരു 12 ഇഡലി നമുക്ക് ഒന്നിച്ച് കിട്ടും. അതിനെ ഇഡലിത്തട്ടിൽ വെച്ച് നമുക്ക് മാവ് നന്നായി മിക്സ് ചെയ്ത് ഓരോ തട്ടിലും ഓരോ കയ്യിൽ വീതം കോരി ഒഴിക്കുക. നമ്മൾ ഇവിടെ ഫസ്റ്റ് തട്ടിൽ ഒഴിക്കുന്നത് അധികം ഒഴിക്കുന്നില്ല. അധികം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2ാമത്തെ തട്ട് വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ആദ്യത്തെ തട്ടിൽ നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്താണ് ഒഴിക്കുന്നത്. പിന്നെ 2ാമത്തെ തട്ടിൽ അതേപോലെ നിറയായിട്ട് ഒഴിക്കാം. നമുക്ക് ആവി വന്നിട്ട് 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഇഡലി റെഡിയാവും. ഓക്കെ, ഇപ്പം നമ്മുടെ ഇഡലിയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കതിനെ ഒരു പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ച് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. കുറച്ച് വെള്ളം അങ്ങോട്ടാക്കി നമുക്കതിനെ തണുക്കാൻ വെക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇഡലി നമുക്ക് നന്നായിട്ട് അതിൽ നിന്ന് എടുക്കാൻ കിട്ടും. പിന്നെ നമുക്ക് വേറൊരു രീതിയിലും ഇഡലി ഉണ്ടാക്കാം. അതായത് പ്ലേറ്റിൽ നമ്മളിങ്ങനെ എണ്ണ പുരട്ടി അതിലൊരു 8 കയ്യിലൊക്കെ ഒന്നിച്ച് നമുക്ക് അങ്ങോട്ട് ഒഴിക്കാം. ഇതിപ്പോൾ നമുക്ക് 8 ഇഡലി ഒന്നിച്ച് കിട്ടും ഇങ്ങനെ ഒഴിക്കുമ്പോൾ. ഇതിങ്ങനെ കഷ്ണം ഇഡലി ആയിട്ടാണ് കിട്ടുക. ഇങ്ങനെ മുറിച്ചെടുത്താൽ നല്ല കഷ്ണം ആയിട്ട് നമുക്കിങ്ങനെ കഴിക്കാൻ പറ്റും. ചില ആൾക്കാർക്കൊക്കെ തട്ടിഡലിനേക്കാളും ഇഷ്ടമാണ് ഈ പ്ലേറ്റിൽ ഒഴിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഇതും നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഈ ഇഡലിയും റെഡിയാവും. അപ്പോൾ നമുക്ക് ഇഡലിക്കുള്ള വെള്ള ചട്നി ഉണ്ടാക്കാം. അതിനായി 1 മുറി തേങ്ങ, 4 പച്ചമുളക്, 1 കഷണം ഇഞ്ചി, 1 കഷണം സവാള, കുറച്ച് കരിവേപ്പില. അപ്പോൾ ചട്നി അരക്കുന്നതിനായി നമുക്ക് 1 മുറി തേങ്ങ എടുക്കാം. പിന്നെ കുറച്ച് കരിവേപ്പില അതിടാം. ഇനി മുറിച്ച് വെച്ച സവാള കഷ്ണം നമുക്ക് ചേർക്കാം. പിന്നെ മുറിച്ച് വെച്ച നമ്മുടെ പച്ചമുളകിൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർക്കാം.
4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചിയുടെ കഷ്ണം ചേർക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. കുറച്ച് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്ലേറ്റിൽ ഒഴിച്ച ഇഡ്ഡലിയും റെഡി ആയിരിക്കുന്നു. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇഡ്ഡലി എടുത്തിട്ട് പാത്രത്തിലേക്ക് എല്ലാ ഇഡ്ഡലിയും ഇതുപോലെ നമുക്ക് എടുത്ത് നമ്മുടെ കാസറോളിലേക്ക് മാറ്റി വെക്കാം. നന്നായി ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട്. ഓരോ ഇഡ്ഡലിയും ഇതുപോലെ വട്ടത്തിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ചട്നിക്ക് അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ചട്നിക്ക് വറുത്തിടാം. അതിനായി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും അതിലിട്ട് ചട്നിയിലേക്ക് വറുത്തിടുക. നമ്മുടെ സൂപ്പർ ചട്നി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പ്ലേറ്റിൽ ഒഴിച്ചു വെച്ച ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ നല്ല കേക്ക് മുറിക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഇഡ്ഡലിയും റെഡിയായി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇഡ്ഡലിയും ചട്നിയും റെഡി ആയിട്ടുണ്ട്. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.